തെക്കൻ കുവൈറ്റിലെ ഔമദി ഗവർണറേറ്റിലെ മാംഗഫിൽ NBTC കമ്പനിയുടെ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന 24 മലയാളികൾ ഉൾപ്പെടെ 49 പേർ മരിച്ച സംഭവത്തിൻ്റെ ഞെട്ടലിലാണ് ലോകം. തിരുവല്ല നിരണം സ്വദേശിയും അറിയപ്പെടുന്ന വ്യവസായിയുമായ KG എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായ കമ്പനിയാണ് NBTC. മുതലാളി മലയാളിയായതിനാൽ ജീവനക്കാർ കൂടുതലും മലയാളികളാവുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കുന്നതുകൊണ്ട് പ്രവാസികളുടെ ഇഷ്ടരാജ്യമാണ് എന്നും കുവൈറ്റ്. ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു കുവൈറ്റ് ദിനാറിൻ്റെ മൂല്യം 272 ഇന്ത്യൻ രൂപയാണ്. അതായത് ഒരാളുടെ മാസശമ്പളം 100 ദിനാറാണെങ്കിൽ അയാൾക്ക് ലഭിക്കുന്നത് ഏകദേശം 27,000 രൂപയായിരിക്കും. മരപ്പണിക്കാർ, മേസന്മാർ, ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ, പ്ലംബിംഗ് പണിക്കാർ തുടങ്ങിയവർക്കാണ് കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നത്. അതും മിനിമം ശമ്പളം തന്നെ 150 KD കിട്ടും. ഫുഡും അക്കോമഡേഷനും വേറെ. എന്നാൽ ഹെവി ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ തുടങ്ങിയവർക്ക് മെച്ചമായ ശമ്പളമാണ് ലഭിക്കുന്നത്. ഈ കനത്ത വരുമാനമാണ് കുവൈറ്റ് കൂടുതൽ പേരുടെയും സ്വപ്നരാജ്യമാകുന്നത്. ജോലിക്കിടെ അപകടമുണ്ടായാൽ തൊഴിലാളികൾക്ക് കാര്യമായ നഷ്ടപരിഹാരവും ലഭിക്കും. ഇങ്ങനെയെല്ലാമുള്ള കുവൈറ്റിൽ എത്ര ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുവെന്നറിയാമോ? കുവൈറ്റിലെ ജനസംഖ്യയിൽ ഏകദേശം 21% ഇന്ത്യക്കാരാണ്. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അതായത് PACI അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണെന്നാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികളും. തൊട്ടടുത്ത സ്ഥാനത്തുള്ളത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ, ശാസ്ത്രജ്ഞന്മാർ, സോഫ്റ്റ്വെയർ വിദഗ്ധർ, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റുകൾ, ആർക്കിടെക്റ്റുകൾ തുടങ്ങി പ്രൊഫഷണൽ രംഗത്താണ് കൂടുതൽ ഇന്ത്യക്കാരും ജോലി ചെയ്യുന്നത്. ഇവർക്കൊപ്പം സാധാരണ തൊഴിലുകൾ ചെയ്യുന്നവരും ചില്ലറ വ്യാപാരികളും ബിസിനസ്സുകാരുമായി നിരവധി ഇന്ത്യക്കാരും കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. ഇന്ത്യക്കാരായ 1,34,00,000 പ്രവാസികളിൽ 66% UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലാണെന്നാണ് കഴിഞ്ഞ വർഷം വിദേശകാര്യ മന്ത്രാലയം വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയത്. 2023 പ്രവാസികളിലൂടെ ഇന്ത്യയിലേക്ക് $123 മില്യൺ എത്തിയത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ പണമൊഴുക്കിൽ 8% വർധനവുണ്ടാകുമെന്നും പ്രവചിക്കുന്നു. യുദ്ധകലുഷിതമായ ഇസ്രയേലിലും നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഗാസ ആക്രമണത്തിനു ശേഷം 1,00,000-ഓളം പലസ്തീൻ തൊഴിലാളികളുടെ തൊഴിൽ ലൈസൻസ് ഇസ്രയേൽ റദ്ദാക്കിയിരുന്നു. ഇതോടെ തൊഴിലാളി ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ 42,000 ഇന്ത്യക്കാരെയാണ് ഇസ്രയേലിൽ എത്തിച്ചത്. ചില സംസ്ഥാനങ്ങൾ ഇസ്രയേലിലേക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് പരസ്യം നൽകുകയും റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവുകൾ നടത്തുകയും ചെയ്തു. ഇതിലൂടെ നിരവധി ഇന്ത്യക്കാർക്ക് ഇസ്രയേലിൽ ജോലി ലഭിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബോംബും മിസൈലുകളും ചിലരുടെ ജീവനെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ലെബനോൻ ഇസ്രയേൽ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെട്ടിരുന്നു.